മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു കപ്പ് ചായ. രാവിലെ ഉണരുമ്പോൾ കടുപ്പമേറിയ പാൽച്ചായ ചിലർക്ക് നിർബന്ധമാണ്. ചൂട് ചായ ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി വളരെ വലുതാണ്. ചായ കുടിച്ചില്ലെങ്കിൽ ചിലരുടെ ഒരു ദിവസം തന്നെ നഷ്ടമായി പോകുമെന്ന് പറയാറുണ്ട്. ചൂട് ചായയ്ക്ക് ഫാൻസ് കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പാൽച്ചായയായാൽ കടുപ്പം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന നിരവധി ആളുകളുണ്ട്. ചായയ്ക്ക് കടുപ്പമില്ലെങ്കിൽ കുടിക്കാത്തവരും നിരവധി. അതിനായി മിക്കവാറും ആളുകൾ ചായ അമിതമായി തിളപ്പിക്കും. ഇത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യാം. ചായ അമിതമായി തിളപ്പിക്കുന്നതിലൂടെ ചായയ്ക്ക് രുചി വ്യത്യാസവും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചായയുടെ പോഷക മൂല്യങ്ങൾ നഷ്ടമാകാനും ഇത് കാരണമാകും. കൂടാതെ ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജൻ പുറന്തള്ളാനും ഇടയാക്കും. അധികമായി തിളപ്പിക്കുന്നത് മൂലം ചായയുടെ ഗുണങ്ങൾ കൂടില്ലെന്ന് മനസ്സിലാക്കുക. ആദ്യ 5 മിനിറ്റിൽ തന്നെ തേയിലയുടെ കടുപ്പമിറങ്ങും. ഇതിൽ കൂടുതൽ സമയം തിളപ്പിക്കുന്നത് ചായയുടെ ഗുണങ്ങളെ ഓക്സിഡൈസ് ചെയ്യുന്നതിലേക്ക് നയിക്കും. പാലിലടങ്ങിയ പ്രോട്ടീനും തേയിലയിലെ ഫോളിഫെനോളുകളുമാണ് ചായയ്ക്ക് ഗുണവും മണവും രുചിയും നൽകുന്നത്. കൂടുതൽ നേരം വെക്കുന്നത് ചായയ്ക്ക് ചവർപ്പ് രുചി നൽകും. ചായ കൂടുതൽ നേരം തിളപ്പിക്കുമ്പോൾ പാലിലെ വിറ്റമിൻ B12, C എന്നീ പോഷകങ്ങളെ നശിപ്പിക്കും. കൂടുതൽ തിളപ്പിക്കുന്നതിലൂടെ ചായയ്ക്ക് പുകച്ചുവ ഉണ്ടാകുന്നതിന് കാരണമാകും. ഉയർന്ന താപനിലയിൽ ലാക്ടോസ് പാലിലെ പ്രോട്ടീനുകളെ പ്രതിപ്രവർത്തിപ്പിക്കുന്നു. കാലക്രമേണ വലിയ അളവിൽ കഴിച്ചാൽ അപകടകരമായ സംയുക്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചായയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇല്ലാതാക്കുന്നതിനും അക്രിലമൈഡ് പോലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നതിന് അമിതമായി ചൂടാക്കുന്നതിന് കാരണമാകുന്നു. അക്രിലമൈഡ് ഒരു അർബുദ ഘടകമാണ്. അമിതമായി തിളപ്പിക്കുന്നത് പാലിലെ പ്രോട്ടീനുകളുടെ ഘടനയിൽ മാറ്റം വരുത്തും. ഇത് ദഹനക്കേടിന് കാരണമാകും. അമിതമായി തിളപ്പിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കും. ഇത് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറ്റിലെ അസ്വസ്ഥത പോലുള്ള ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കും.